നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അടുത്ത മാസം ആദ്യത്തോടെ പുതിയ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്നതിൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ നിരവധി നിയമ തടസ്സങ്ങളാണുള്ളതെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. സെപ്റ്റംബർ 6-ന് സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. MP-മാർക്കും MLA-മാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രശ്നമില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല എന്നാണ് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PTT ആചാര്യയെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമ്മുടെ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർ മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്കും സാധിക്കില്ല. മന്ത്രിപദം എന്നത് മുഴുവൻ സമയ ജോലിയായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഈ പദവികളിൽ ഉള്ളവർക്ക് അവധിയെടുത്ത് പോലും മറ്റു ജോലികളിൽ പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പ്രതിഫലം വാങ്ങിക്കാനും സുരേഷ് ഗോപിക്ക് സാധിക്കില്ല. പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യാൻ മന്ത്രിപദത്തിൽ തുടരുമ്പോൾ സാധിക്കില്ല. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ ജോലിയുടെ സ്വഭാവം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി മാറും. പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ ഒരു പെരുമാറ്റച്ചട്ട ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്. പെരുമാറ്റച്ചട്ട ഭേദഗതി ചെയ്യാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി പ്രത്യേക അനുമതി നൽകിയാൽ മറ്റ് നിരവധി പേരും ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തും. ഒരു മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രി പദവിയെ ബാധിക്കും എന്നതാണ് PTT ആചാര്യ പറയുന്നത്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സിനിമ അഭിനയം തുടരണമെന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതിന് അനുകൂല മറുപടിയായിരുന്നു ലഭിച്ചതെന്നാണ് അന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവേ പുതിയ സിനിമയെ ഒറ്റക്കൊമൺ ചിത്രീകരണം തുടങ്ങാൻ പോകുകയാണെന്നും താൻ അനുമതി തേടിയിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയാണ് തന്റെ ജീവിതം. സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞത്. കേന്ദ്ര സഹമന്ത്രി പദവിയിലായിരിക്കെ നടത്തിയ ഈ പരാമർശം BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പേര് പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായി. 22 സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത് ഷാ എടുത്തെറിഞ്ഞുവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.